ഹായ്, ഡ്രീം വിത്ത് ബിലീവ് വിത്ത് ഡു ഇറ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മോട്ടിവേഷണൽ ടിപ്സ് ആൻഡ് സ്റ്റോറീസ് ആണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്കൊരു പുതിയ ടിപ്സുമായി കടന്നു വരാം. തൻ്റെ പഴയ കർഷക സുഹൃത്തിനെ കണ്ടെത്തിയപ്പോൾ ആ കർഷക സുഹൃത്തിനോട് കാര്യങ്ങൾ അന്വേഷിച്ചു, എന്തൊക്കെ വിശേഷങ്ങൾ. അങ്ങനെ തൻ്റെ അയൽവാസിയാണ് കർഷക സുഹൃത്ത്. തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ വലിയൊരു തോട്ടം പഴവർഗത്തിൻ്റെ, നാട്ടിൽ സാധാരണ ലഭ്യമില്ലാത്ത പഴവർഗ്ഗങ്ങളെയും ധാന്യത്തിൻ്റെയും എല്ലാം നല്ലൊരു ആകർഷണമായ തോട്ടമാണ് ഇദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ മക്കളൊക്കെ വളരെ മടിയന്മാരാണല്ലോ, നിങ്ങൾ ഈ വയസ്സാം കാലത്ത് എങ്ങനെ ഈ തോട്ടം സജ്ജീകരിച്ചു? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഞാൻ വർഷങ്ങളോളം ജയിലിലായിരുന്നു. ഒരാൾ കയ്യിൽ നിന്ന് പൈസ വാങ്ങി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ കേസ് കൊടുത്ത് ഞാൻ ജയിലിലായിരുന്നു. ഇപ്പോൾ ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ തോട്ടത്തിൻ്റെ അവസ്ഥ. ഞാനിത് എൻ്റെ മക്കളോട് ചോദിച്ചു. എനിക്ക് മക്കൾ 3 പേരാണ്. അതിൽ ഒരാൾ ഇപ്പോൾ കാണുന്നില്ല, എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. 2 ആളുകൾ പറഞ്ഞു, ഇവിടെ നിങ്ങൾ ജയിലിലായതിന് ശേഷം കുറെ പട്ടാളക്കാർ ഇവിടെ വന്ന് ഈ ഭൂമി ആകെ കിളച്ചു മറിച്ച് അതിന് ശേഷം നല്ലൊരു മഴ പെയ്തു. അതിൽ ഒരുപാട് വൃക്ഷങ്ങളും ധാന്യങ്ങളും മുളക്കാൻ തുടങ്ങി. ഞങ്ങളതിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇന്നത്തെ ഈ തോട്ടം ഈ കോലത്തിലായി എന്നാണ് ഈ 2 മക്കൾ കൊടുത്ത മറുപടി. 3ാമത്തെ മകൻ എവിടെയാണെന്നറിയില്ല. ഇത് കേട്ടപ്പോൾ ഈ അയൽവാസി സുഹൃത്ത് ഈ കർഷകനോട് പറയുകയാണ്, നിങ്ങളെ 3ാമത്തെ മകൻ എനിക്കൊരു രത്നക്കല്ല് കൊണ്ടുവന്നു തന്നു. അവന് എന്താണോ രത്നക്കല്ല് വേണോ ഒന്നും അറിയില്ല. ഞാനത് സൂക്ഷിച്ച് വിൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ പട്ടാളം എത്തിയത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മകനെ കാണിച്ചു കൊടുത്തു. ആ മകൻ ഇന്ന് ജയിലിലാണ് എന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ 2 മക്കൾ അവരുടെ കയ്യിൽ നിന്ന് വരുമാനം, ഈ തോട്ടത്തിന് ലഭിച്ച വരുമാനം ഉപയോഗിച്ച് ജയിലിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്നു. നിങ്ങൾ എങ്ങനെയാണ് ഈ പട്ടാളക്കാർ നിങ്ങളെ ഭൂമി കളിച്ചു മറിച്ചത് എന്ന് ഈ കർഷകനോട് ചോദിച്ചപ്പോൾ കർഷകൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു എഴുത്ത് കൊടുത്തു അയച്ചു. അതിൽ ഞാൻ ഇങ്ങനെ കുറിച്ചു വച്ചു, ഈ ഭൂമിയിൽ എവിടെയൊക്കെ എൻ്റെ പൂർവിക പിതാക്കന്മാർ നിധി കുഴിച്ചിട്ടുണ്ട്, അത് എവിടെയാണെന്ന് അറിയില്ല. നിങ്ങൾ ഈ ഭൂമി കിളച്ച് നിധി കണ്ടെത്തണം എന്നതായിരുന്നു ഈ ലേഖനത്തിൽ എഴുതിയത്. ഈ ലേഖനം പട്ടാളക്കാർ രഹസ്യമായി വായിച്ചപ്പോൾ ഇവരുടെ മക്കൾക്ക് കൈമാറാതെ ഇവർ നേരെ വന്ന് ആ ഭൂമി കിളച്ച് നിധി കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഇതാണ് ബി ക്രിയേറ്റീവ് ആൻഡ് ലാറ്ററൽ തിങ്കിങ്. ഈ മക്കളുടെ മടി മാറാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു ഈ കർഷകൻ്റേത്. യഥാർത്ഥത്തിൽ അത് പോസിറ്റീവായി ഫലിച്ചു. ഇത്തരം സ്റ്റോറീസ് ആൻഡ് മോട്ടിവേഷൻ ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത് തന്നെ പുതിയ വീഡിയോ വരാം. താങ്ക്സ് ഓൾ.